കോൺഗ്രസ് വിട്ട് CPM-ൽ ചേർന്ന റിയാസ് പച്ചമ്പാറ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും മലക്കം മറിഞ്ഞു. കോൺഗ്രസുകാരനായി തന്നെ തുടരുമെന്ന് റിയാസ് പച്ചമ്പാറ പറഞ്ഞു. DCC പ്രസിഡന്റ് എ തങ്കപ്പനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലമാണ്. അതിൽ ക്ഷമാപണം നടത്തുന്നു. മറ്റൊരു പാർട്ടിയിൽ തനിക്ക് പോകാൻ കഴിയില്ല. മാനസിക പ്രയാസങ്ങൾ മൂലമാണ് DCC പ്രസിഡന്റിനെതിരെ പറഞ്ഞതെന്നും റിയാസ് പച്ചമ്പാറ പറഞ്ഞു. തങ്കപ്പേട്ടനല്ല ആരോപണം. എൻ്റെ ഒരു മാനസിക പ്രയാസം എന്നിട്ട് മനസ്സിലാക്കണം. കാരണം വെച്ചാൽ ഞാനൊരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. ഒരു കോൺഗ്രസ്സുകാരന് ആ സമയത്ത് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടില്ല ലെറ്റർ കിട്ടുന്ന സമയത്ത് ചില ബാഹ്യ ശക്തികൾ എൻ്റെ കൂടി എനിക്ക് മാനസികമായി ഒരു മനുഷ്യൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ അവസ്ഥ നിങ്ങളൊക്കെ മനുഷ്യന്മാരാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിയുമല്ലോ. ഇത്ര കാലം ഒരു കോൺഗ്രസ്സുകാരനായി ഇരുന്നിട്ട് പെട്ടെന്നുണ്ടാകുന്ന ആ ഷോക്കിൽ സംഭവിച്ചു പോയ ഒരു അബദ്ധമാണ്, ഒരു തെറ്റാണ്. വനിതകളോട് മോശമായി പെരുമാറിയെന്ന പരാതിയെ തുടർന്നാണ് കോൺഗ്രസ് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റായിരുന്ന റിയാസിനെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ പേരിൽ കഴിഞ്ഞ ആഴ്ച മുതൽ മനപ്രയാസത്തിലാണ്. ജീവൻ വരെ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ജീവനും ജീവന്റെ ജീവനും കോൺഗ്രസ് ആണ്. മരണം വരെ കോൺഗ്രസുകാരനായിരിക്കാനാണ് ആഗ്രഹം. പ്രാഥമിക അംഗത്വം മാറ്റിയതിന്റെ പേരിലുള്ള മാനസിക വിഷമത്തിലാണ് DCC പ്രസിഡന്റിനെതിരെ പറഞ്ഞത്. എന്റെ സിരകളിൽ ഓടുന്നത് കോൺഗ്രസ് രക്തമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നുമല്ലെങ്കിലും അവസാനം വരെ പാർട്ടിയിൽ നിൽക്കണം. കോൺഗ്രസിന്റെ പതാക പുതച്ച് മണ്ണിൽ ലയിക്കണം. മാനസിക പ്രയാസം അനുഭവപ്പെട്ട സമയത്ത് DYFI CPM-ന്റെ നേതാക്കൾ ആശ്വസിപ്പിച്ചതുകൊണ്ട് ജീവിക്കുന്നത്. അവരുടെ മാപ്പ് പറയുന്നു. കോൺഗ്രസ് വിട്ട ജീവിതമില്ല, ഒന്നും കിട്ടേണ്ടതില്ല. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാവില്ല. CPM-ൽ മെമ്പർഷിപ്പ് എടുക്കുകയോ ചേരുകയോ ചെയ്തിട്ടില്ല. സഹകരിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞത്. തന്റെ പാർട്ടിയിൽ ആ സമയത്ത് ആശ്വസിപ്പിക്കാൻ ആള് കുറവുള്ളത് കൊണ്ട് പറ്റിപ്പോയതാണെന്ന് റിയാസ് പച്ചമ്പാറ പറഞ്ഞു. ഒരു മനുഷ്യന്റെ ആ സമയത്തുള്ള മാനസിക പ്രയാസം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്ന ഒരു വ്യക്തി അതിങ്ങനെ മാറുമ്പോൾ പിന്നീട് പെട്ടെന്ന് സങ്കടത്തിന് പുറത്ത് പറയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അതായത് ഒരു DCC പ്രസിഡന്റ്, ഞങ്ങളെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കാൻ തയ്യാറായ എൻ്റെ ഒരു പ്രസിഡന്റാണ്. എന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഞങ്ങളെ അച്ഛനും മക്കളും പോലുള്ള ബന്ധത്തിൻ്റെ പേരിൽ എന്നോട് ക്ഷമിക്കാൻ, അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കാരനായ ഒരു കോൺഗ്രസ്സുകാരനോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു DCC പ്രസിഡന്റാണ് തങ്കപ്പേട്ടൻ എന്നുള്ള കാര്യത്തിൽ മാത്രം നിങ്ങളിത് മനസ്സിലാക്കും. ഞാൻ ചോദിച്ചല്ല, മാധ്യമങ്ങൾ എന്നോട് നിങ്ങൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചത്. എനിക്കൊരു മനുഷ്യനുണ്ടാകുന്ന ഡിപ്രഷൻ സമയത്ത് മാധ്യമങ്ങളുടെ കുറ്റത്തിലല്ല. എന്നോട് അതിൻ്റെ ഉള്ളിലൊന്നും ചോദിച്ച ചില മാധ്യമങ്ങൾ പ്രസ് മീറ്റ് വിളിച്ചിട്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. DCC പ്രസിഡന്റിന് അതൊക്കെ സംഭവിച്ചു പോയി. അതൊരു മനുഷ്യൻ എന്നുള്ള നിലക്ക് മനുഷ്യന്മാർക്കാണ് തെറ്റുപറ്റിയ ഞാൻ ചില ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂലം മാത്രമാണ് ഞാൻ ബാഹ്യ ശക്തികൾ പറയുന്നത്. പാർട്ടിക്കകത്താണോ? ഞാൻ പിന്നീട് ഈ ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ശക്തി എന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഈ കോൺഗ്രസിലും അല്ല, അപ്പൊ CPM-ലായിരുന്നു. അപ്പൊ കോൺഗ്രസിനകത്തൊന്നും CPM പോയിട്ടില്ല. CPM പോകുന്നു പറഞ്ഞിട്ടില്ലല്ലോ. സഹകരിക്കുന്ന പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും CPM അത് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു അവസ്ഥ. മനുഷ്യന്മാർക്ക് 1 മണിക്കൂർ മുമ്പ് വരെയുള്ള നല്ലൊരു അബദ്ധം ഉണ്ട്. അച്ഛന് തുല്യമാണ് തങ്കപ്പേട്ടൻ DC പ്രസിഡന്റ്. അത്ര ഇതായിട്ടല്ല, നല്ലതൊക്കെ കൊടുത്താൽ മതി. അങ്ങനെ തന്നെയാണോ ഈ ബാഹ്യ ശക്തികൾ ഇടപെട്ട് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ എന്നാലും പറയാനുള്ളത് കേട്ട് നേതൃത്വത്തെ അറിയിക്കുന്നതാണ്. ആരൊക്കെയാണ് ഇങ്ങനെ പറയിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു അദ്ദേഹത്തിനല്ലേ അറിയും. എനിക്ക് ഈ പ്രാദേശികമായിട്ട് വലിയ ശക്തിയുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ റിയാസ് പച്ചമ്പാറ. റിയാസ് ഒറ്റയ്ക്കാണ് പോയത്. എന്റെ കഴിഞ്ഞ അഭിപ്രായം. ഓക്കെ അല്ലേ? ഇപ്പൊ ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.